അവൻ്റെ ഹരിയുടെ അടുത്തോട്ട് അതിനിടയ്ക്കിടെ ഇവിടെ വാലിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു ഹൈ മച്ചാന്മാരെ മൈഡ്രീം വേൾഡിലൊക്കെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ മുമ്പ് ഉള്ള നമ്മുടെ വീഡിയോസ് കണ്ടു കാണും. എനിക്ക് ഗിനി പിഗ് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിലോ ഒരു സമയത്ത് ഗിനി പിഗുകളെല്ലാം ചത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പം പലരും കമൻറ്റ് ചെയ്തായിരുന്നു വള്ളിപ്പൂച്ചയായിരിക്കും, കീരിയായിരിക്കും, മരപ്പട്ടിയായിരിക്കും, അങ്ങനെ ഞാൻ അന്ന് അങ്ങനെ കൂട് വെക്കാൻ തീരുമാനിച്ചെങ്കിലും അന്ന് എനിക്ക് അതിൻ്റെ രീതിയിലുള്ള ഒന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഒരു 10-12 അത് തന്നെ 12 കാടക്കോഴിയാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ 12 കാടക്കോഴിയെ കൊണ്ടുവന്നപ്പോഴും ഇന്നലെ അമ്മ കൂട്ടിൽ ഒരെണ്ണത്തിൻ്റെ തലയില്ലാതെ കിടക്കുന്നുണ്ട്. അതായത് കൂട്ടിൽ കയറുന്നുണ്ട് എന്തോ വന്ന് രാത്രിയിൽ ബഹളം വെക്കുമ്പോൾ ഓരോന്നിനെയും കൊണ്ടങ്ങ് പോവുകയാണ്. അങ്ങനെ അവസാനം അതിൻ്റെ ആ തലയില്ലാത്ത ബോഡി എടുത്തിട്ട് ഞാനൊരു കെണി വെച്ചത്. നമുക്ക് ഇവിടെ ഈ പെരിച്ചാഴിയൊക്കെ പിടിക്കുന്ന 10-50 ഒരു കൂടുണ്ട്. അത് വെച്ചപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു സംഭവത്തെ കണ്ടു. അതാണ് മരപ്പട്ടിയല്ല, ഇതിന് പറയുന്ന പേരാണ് വെരുക് എന്ന് പറയും. പൂച്ചയോട് സാദൃശ്യമുണ്ടെങ്കിൽ പൂച്ചവർഗ്ഗമല്ല, കീരിയോട് സാദൃശ്യമുണ്ടെങ്കിൽ കീരിവർഗ്ഗമല്ലാത്ത ഒരു പ്രത്യേക ജീവിയാണ് ഈ വെരുകെന്ന് പറയുന്നത്. മനുഷ്യനായിട്ട് ഒരിക്കലും ഇണങ്ങാത്ത ജീവിയാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലാണ് ഇവൻ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്. ഇവർ മാംസഭുക്കുമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴിക്കുകയും ചെയ്യും. മരത്തിലൊക്കെ അതിവേഗത്തിൽ കീറുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വെരുകിനെയാണ് നമ്മളിപ്പോൾ പിടികൂടിയേക്കുന്നത്. അപ്പോൾ ഇവനെ നമ്മളങ്ങ് തിരിച്ചു വിടാൻ പോവാണ്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ തോന്നി. എന്തായാലും ഇവിടെങ്ങും വിടത്തില്ല, ഞാൻ കുറച്ച് ദൂരെ കൊണ്ട് കളയത്തുള്ളൂ. ഒരു മെയിൽ വെരുകാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഗായ്സ്, താണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വെരുകൂട്ടൻ. പുള്ളിക്കാരനാണ് നമ്മുടെ കാടക്കോഴിയെല്ലാം തപ്പുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോഴിയൊക്കെ പിടിക്കുന്ന പുള്ളിയാണ്. അങ്ങനെ അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതാണ് നമ്മളിങ്ങനെ ഒരു കെണി വെച്ചത്. അങ്ങനെ കെണി വീണിട്ടുണ്ട്. ഇതിനെ നിയമപരമായിട്ട് വളർത്താൻ പറ്റും. കാരണം വെരുകിൻ്റെ പുറത്തുനിന്ന് വെരുകിൻ്റെ എണ്ണ എടുക്കാറുണ്ട്. ഒരു സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ചോദിക്കുക, ഇതിനകത്ത് ഭയങ്കര സ്മെല്ലുണ്ടോ? അത് ഇവിടെ കണ്ടൊക്കെ അപ്പിയിട്ടതിൻ്റെയൊക്കെ സ്മെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. പിടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടിച്ച് മുറിച്ചിട്ട് അവർ വിടത്തുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവർക്ക് അങ്ങനെയുള്ളൊരു കഴിവൊക്കെ ഉള്ളൊരു ജീവിയാണ്. ഭയങ്കര ദേഷ്യപ്പെടുന്നവരാണ്. പേവിഷബാധ പരത്തുന്ന ജീവിയും കൂടാണ് കേട്ടോ വെരുക്. അപ്പം ഞാൻ ഇതിനെ കിട്ടിയപ്പോൾ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവനെ അങ്ങ് തിരിച്ച് വിടുവാണ്. പക്ഷേ ഇവിടെ അല്ല വിടുന്നത്, കുറച്ച് മുകളിൽ ഒരു കാട് ഏറിയുണ്ട്, അവിടെ കൊണ്ട് വിടുവാണ്. ഇനി ഇവൻ ഇവിടെ വന്ന് എൻ്റെ കോഴിയെ പിടിക്കരുത്, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ഞാനിത് വിടുന്നത് കാണിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും ചിലർ. കാരണം ഇതിനെ കഴിക്കുന്നവരുമുണ്ട്, ഫുഡ് ആക്കി, അതായത് ഇതിനെ കൊന്ന് തിന്നുന്ന വേട്ടക്കാരുമുണ്ട്. ഈ വെടിയിറച്ചി എന്നൊക്കെ പറയുന്ന പോലെ ഇവർ തിന്നുന്നവരുമുണ്ട്. പക്ഷേ ഇതൊരു സ്വാദു ജീവിയാണ്, രാത്രി മാത്രം ഇറങ്ങുന്ന ജീവിയാണ്. ശല്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോഴിയൊക്കെ തക്കന് കിട്ടിക്കഴിഞ്ഞാൽ ആശ അടിച്ചുകൊണ്ട് പോകും, മുട്ടയെല്ലാം തിന്നും, പിന്നെ ഫ്രൂട്ട്സൊക്കെ തിന്നും. ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ഇത്. അപ്പോൾ പുള്ളിയെ ഞാനൊന്ന് അടുത്ത് കാണിച്ചുണ്ട്. ഇതാണ് പുള്ളിയുടെ വാലിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചൂടിൻ്റെയൊക്കെ ആയിരിക്കും, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് രോമം പൊഴിയുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ ചില വീടുകളിലൊക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്കറിയാൻ പറ്റും, നമുക്കുണ്ടായിരുന്ന ഒരു എന്താ പറയുക, കൊച്ചിപ്പൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു വെരുകിൻ്റെ. അത് പിന്നെ നമ്മളെ വിട്ടങ്ങ് പോയി. ഇനി അതാണോ ഇതൊന്നും അറിയില്ല. പക്ഷേ ഇത് ഇത്രയും വളരാറായിട്ടില്ല കേട്ടോ. ഇത് ഒറിജിനൽ വെരുകാണ്, ഒറിജിനൽ വെരുക്. കാരണം പുലിയുടെ കണക്കുള്ള ഒരു ഇതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല വൃത്തിയായിട്ട് ഇവൻ ചീറ്റും കേട്ടോ. അപ്പോൾ ഇവനെ എന്തായാലും നമുക്കൊന്ന് തുറന്നു വിടാനുള്ള പ്ലാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, അടുത്തോ. ഇല്ല മോളെ, കടിക്കത്തില്ല. അതങ്ങ് ഓടാൻ നിൽക്കും, അതങ്ങ് ഓടിപ്പോക്കോളും. നീ അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടോ, പോകുന്നവനെ കണ്ടോ? നീ കണ്ടില്ലല്ലോ. അപ്പോൾ ഗായ്സ്, എൻ്റെ കൈ ഇടയ്ക്കൊന്ന് കുരി. ഓക്കെ. അപ്പോൾ ഗായ്സ്, എല്ലാവരോടും ശ്രദ്ധിക്കുക. എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് ഞാനിതിനെ അതിൻ്റേതായ ലോകത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇനി ഇവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ഓടിപ്പോകുന്നതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. 3x 1x 5x എന്ത് വേണമെങ്കിലും എടുത്തോ. ഓക്കെ, തുറന്നു വിടാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടെ ഞാൻ നമ്മുടെ വെരുകിനെ ഈ സ്ഥലത്ത് നിന്നും പോകാൻ അത് അനുവദിക്കുകയാണ്. അവൻ്റെ ഹരിയുടെ അടുത്തോട്ട് അവൻ്റെ ഓടി 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 പോകുന്നുണ്ട്. അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഹരി ഒന്ന് പേടിച്ചു നിന്നില്ലേ, ചെറുതായിട്ടല്ലേ. പോയി. അയ്യോ കഷ്ടം. ഇനി മേലെ എൻ്റെ കോഴിയെ പിടിക്കാൻ പറ്റുമോ നോക്കിയോ. അപ്പോൾ ഗായ്സ്, എല്ലാവരോടും ശ്രദ്ധിക്കുക. എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ഞാനിതിനെ അതിൻ്റേതായ ലോകത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇനി ഇവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ഓടിപ്പോകുന്നതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. 3x 1x 5x എന്ത് വേണമെങ്കിലും എടുത്തോ. ഓക്കെ, തുറന്നിടാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഞാൻ നമ്മുടെ വെരുകിനെ ഈ സ്ഥലത്ത് നിന്നും പോകാൻ അത് അനുവദിക്കുകയാണ്. അവൻ്റെ ഹരിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവൻ്റെ ഓടി 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 പോകുന്നുണ്ട്. അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഹരി ഒന്ന് പേടിച്ചു നിന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തുവാ, പോ
വെരുക്, മരപ്പട്ടി രണ്ടും രണ്ട് ഇനത്തിലെ ജീവികളാണ്. നമ്മുടെ പശുവും പോത്തും എരുമയെന്നൊക്കെ പറയുന്ന പോലെ രണ്ടിനും കണ്ട ഒരുപോലെ ഇരിക്കുന്നെങ്കിൽ ഇവരുടെ ആ ഒരു കളറിലാണ് നമുക്കിവരെ വെറൈറ്റി ആയിട്ട് രണ്ട് രീതിയിൽ അറിയാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനകത്ത് കാണുന്നുണ്ടോ? അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മരപ്പട്ടി, ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വെരുക്. ഇപ്പോൾ ഈ രണ്ട് ഫോട്ടോസും തമ്മിൽ രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ രണ്ട് നിറങ്ങളാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ ആ ഒരു ശല്യം ഇതാണ്. പക്ഷേ ഞാൻ ഇവിടെ തന്നെ വിട്ടത്, ഇനിയിപ്പോൾ പേടിച്ചത് കൊണ്ട് വരത്തില്ലായിരിക്കും. ഇനിയും വരുവാണെങ്കിൽ നമ്മൾ ഇവനെ ഇനിയും പിടിക്കുന്നു വയ്ക്കും. അപ്പോൾ ഇതിനെ ഒരിക്കലും ഭക്ഷണമാക്കരുത് എന്നേ പറയാറ്. കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി കൂടാണ്. എന്നാൽ ചോദിക്കും ഈ ഭാഗത്തല്ലേ ഇത് ഇല്ലയോ എന്ന്. അങ്ങനെയല്ല, കൂടുതലും ഇവരൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടികയിൽ പെടുന്ന ജീവികളാണ് ഈ മരപ്പട്ടി വെരുക്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കോഴിക്കൂടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അടച്ച് ഒക്കെ സൂക്ഷിക്കുക. പിന്നെ കോഴിക്കൂടിൽ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു കറണ്ട് പോയ സമയത്താണ് ഇവിടെ കയറി ഈ ആക്രമണം എല്ലാം അവന്മാർ കാണിച്ചത്. കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരങ്ങനെ വലുതായിട്ട് വരത്തുമില്ല. അപ്പം ഇതിനെ കിട്ടിയപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം തോന്നി, അങ്ങനെ പങ്കുവെച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പം ബൈ.